കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ ശരി രഘുവേട്ടാ, ഞാനിനി വിളിക്കുന്നില്ല. അവള് വന്നതിന് ശേഷം രഘുവേട്ടൻ ഇങ്ങോട്ട് വിളിച്ചാ മതി. പിന്നെ വിളിക്കാതിരിക്കല്ലേ രഘുവേട്ടാ, എനിക്കിന്ന് ഉറക്കമില്ലാതാവും. ശരി. എന്താ ചേച്ചി, ആര് വരുന്ന കാര്യം ഈ പറയുന്നത്? ഒന്നും പറയണ്ടതേ, മഞ്ചാടി കാരണം നമ്മൾ എല്ലാരും തീ തിന്നേണ്ടി വരുന്ന തോന്നുന്നു. എന്തു പറ്റി? മഞ്ചാടി കോളേജിൽ നിന്ന് തിരിച്ചു വന്നില്ലേ? അതാണോ രഘുവേട്ടൻ വിളിച്ചു പറഞ്ഞത്? രഘുവേട്ടൻ വിളിച്ചതല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ അവിടെ എല്ലാരും മഞ്ചാടി ഓർത്തുള്ള ടെൻഷനില്ല. രഘുവേട്ടൻ അവളെ അന്വേഷിച്ചു പോകാൻ തുടങ്ങിയപ്പോ ഏതോ ഫ്രണ്ടിന്റെ ഫോണിൽ നിന്ന് മഞ്ചാടി ചീരുവിനെ വിളിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് എത്താന്ന് പറഞ്ഞത്രേ. എത്താമെന്ന് മഞ്ചാടി വിളിച്ചു പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു അവളെ കാണാനില്ലെന്ന്. എടി, അവള് ചീരുവിനെ വിളിച്ചത് ആരുടെ ഫോണിൽ നിന്നാന്നറിയോ? ആ ജീവൻ രാജിന്റെ ഫോണിൽ നിന്ന്. ചീരുവിനെ വിളിച്ച നമ്പറിലേക്ക് രഘുവേട്ടൻ വിളിച്ചു നോക്കിയപ്പോഴാ അത് അവന്റെ നമ്പറാണെന്ന് മനസ്സിലായത്. അപ്പോഴേക്ക് ആ ഫോൺ സ്വിച്ച് ഓഫും ആയി. എന്തായാലും മഞ്ചാടി തിരിച്ചെത്തിയ ബാക്കി കാര്യങ്ങൾ അറിയാലോ. ചിലപ്പോ നമ്മള് ടെൻഷൻ ആവുന്ന പോലെ അവര് തമ്മിലൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവാതെ പിന്നെ അവനുമായിട്ട് ഒന്നും ഇല്ലാതെയാണോ മഞ്ചാടി ഗോകുലിനെ വേണ്ടാന്ന് വെച്ചത്? ഇത് വലിയ പ്രശ്നമാവും ദേ. നമ്മുടെ അച്ഛനെ ഇനി നെഞ്ചുരുകാൻ പോകുന്നതേ അവളെ ഓർത്തിട്ടാവും. നമ്മൾ ആരും കൊടുക്കാത്ത സങ്കടം ഇളയ മകൾ അച്ഛന് കൊടുക്കുന്നു തന്നെയാ എനിക്ക് തോന്നുന്നത്. അവരായിരിക്കും രഘുവേട്ടാ.